അസ്സലാമലൈക്കും, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാനിന്നിവിടെ ഒരു ബ്രെഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബ്രെഡ് പക്വട. നല്ല കിടിലൻ ഐറ്റമാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യണം. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് 2 വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 10 സ്ലൈസസ് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വലിയ ബ്രെഡാണെങ്കിൽ 8 പീസ് മതി. എൻ്റെ ഒരു മീഡിയം സൈസാണ്, അപ്പോൾ 10 പീസാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറി ലീവ്സും ആഡ് ചെയ്തെടുത്തു. പച്ചമുളക് ഇവിടെ ഞാൻ 5 എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് 4 5 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പം നല്ല എരിവുണ്ട്, അപ്പം ഞാൻ 5 പീസാണ് എടുത്തത്. പിന്നെ അതുപോലെ അതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം 1ൻ്റെ പകുതിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 5 ടേബിൾ സ്പൂൺ ചിക്കൻ ഫില്ലിങ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ ഫില്ലിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതില്ലാതെയും ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഇട്ടതാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഇവിടെ 6 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് അതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെരുംജീരക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്, വലിയ ജീരകം. പിന്നെ ഇത് നമ്മൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് പിടിക്കണം. അപ്പം അത് 2 മിനിറ്റ്സ് നേരം നമുക്ക് അതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി അതെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത്, കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് എടുക്കാൻ പാടുള്ളൂ. അപ്പം 1/2 കപ്പ് വെള്ളം മതി. 1/2 കപ്പ് വെള്ളം എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതെല്ലാം കൂടി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി, എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി വെക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് നമ്മൾ പക്കോടയൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫില്ലിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ മിക്സ് ആക്കിയിട്ട് പൊരിക്കാവുന്നതാണ്. അപ്പം ഓക്കെ, പറഞ്ഞതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.